ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ആത്മഹത്യയിലേക്ക് വല്ലാത്തൊരു നമ്പറാണ് ഇന്ത്യയിലെ. ഈ പ്രത്യേകിച്ച് ഈ എഞ്ചിനീയറിംഗ് കോളേജ് IIT-ലൊക്കെ സൂയിസൈഡ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ വല്ലാത്തൊരു വൃത്തിയായിട്ട നമ്പറാണ്. ഇവിടെ ആരാ ഫോൾട്ടില്ല, സിസ്റ്റമാണോ അതോ പേരൻസ് ആണോ? സോ എല്ലാവർക്കും വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 22 കട്ടൻ ചായ ഡബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ 22ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു ലൈവ് എപ്പിസോഡിൽ അഗെയിൻ ആദ്യമായിട്ട് ചാനൽ ആദ്യമായിട്ട് ചാനൽ ഡിസ്കവർ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കുറേ ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സ് ആവാം, മേ ബി ഫിലോസഫി ആവാം, മേ ബി ഹൈപ്പോത്തറ്റിക്കൽസ് ആവാം, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്കുകളിൽ നമ്മുടെ തോട്ട്സും ഒപ്പീനിയനും ഷെയർ ചെയ്യുന്നൊരു ചെറിയ പോഡ്കാസ്റ്റാണ്. സോ പാലയിൽ നമ്മുടെ ബ്രില്യൻ്റ്, അത് തൊടുപുഴയിൽ വരെ ഫേമസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി തൊടുപുഴയിൽ നിന്ന് അടുത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ പാല ബ്രില്യൻ്റ് മാത്രമല്ല. അപ്പോൾ ബ്രില്യൻ്റ് റീസെൻ്റ്ലി എന്തോ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ സംഭവം നടന്നത്. എനിക്കത് ആ സ്റ്റോറി അധികം അറിയത്തില്ല. വൈശാഖ് പാലക്കാരനാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വൈശാഖിൻ്റെ ടോപ്പിക്കുമാണിത്. അപ്പോൾ എന്താണ് ഈ സംഭവം, എന്താ ഇത്? സോ ഒരു കൊച്ചു നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. എക്സാം എല്ലാം കഴിഞ്ഞു, സൂയിസൈഡ് ചെയ്തു ഹോസ്റ്റലിൽ വെച്ച്. എന്തിന്? അതെന്താ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കൊച്ചു സൂയിസൈഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഈ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞ് പേരൻസിനോട് റിപ്പോർട്ട് ചെയ്യാൻ ഇതായി. കൊച്ചു ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുമായിരുന്നു ഭയങ്കര മെൻ്റൽ സ്ട്രെസ്സാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നില്ല, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ അവർ ഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബ്ലെയിം ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് കാരണമാണ്. ഞാൻ കേട്ട സംബന്ധിച്ച് ഈ ഇത് പേപ്പർ ലീക്ക് ആയതുകൊണ്ട് ഇനി റീടെസ്റ്റ് എന്നൊരു സംഭവം വരുന്നില്ലേ, ഒന്നുകൂടെ ഇനി എഴുതണം, എക്സാം എഴുതണം. അവളുടെ മാക്സിമം എഫേർട്ട് 100%, 200% ഇട്ടിട്ട് അത് വെള്ളത്തിലായി പോയിട്ട് അത് തന്നെ ഒന്നുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ കിട്ടിയ ഒരു ഇത് രണ്ടാമത് കിട്ടണം എന്നില്ല. അത് പക്ഷേ ആ പറയുമ്പോൾ എളുപ്പമാണ്, ഇനി ചാൻസ് വരും എന്ന് പറയുമ്പോൾ എളുപ്പം. പക്ഷെ ആദ്യം അത്രയും എഫേർട്ട് ഇട്ടിട്ട് അത്രയും തന്നെ പിന്നെയും ചെയ്യാന്ന് പറയുമ്പോൾ നിന്റെ ഒപ്പീനിയനിൽ ഇവിടെ ആരാ ഫോൾട്ടില്ല, സിസ്റ്റമാണോ അതോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണോ അതോ പേരൻസ് ആണോ? അതിനു മുമ്പേ പുള്ളിക്കാരി എന്തുകൊണ്ടാണ് കിട്ടാതെ പുള്ളിക്കാരിക്ക് മാർക്ക് കിട്ടിയില്ല? അല്ല, ഇനി എക്സാം പേപ്പർ ലീക്ക് ആണെന്ന് അറിഞ്ഞായിരുന്നു നീറ്റിന്റെ. ഓക്കെ, അതുകൊണ്ട് പുള്ളിക്കാരി റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരല്ല മൊത്തത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കാര്യമാണ്. പക്ഷെ മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്തു. സോ അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നതാണ് അതിപ്പോൾ ഓരോരുത്തർ ഓരോ ഭാഗം പറയുന്നത്. എന്താ പേരൻസ് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രഷർ കാരണമാണ്. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് അവരങ്ങനെ ആരും പ്രഷർ ചെയ്ത്, ഈവൻ ഞാൻ ബ്രെയിനിൽ പഠിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നില്ല അവരാരെങ്ങനെ പ്രഷർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പഠിക്കണം. പക്ഷേ അവിടെ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ്. കാരണം ഇത്രയും കമ്പാരേറ്റീവ് ആയിട്ടുള്ള എക്സാമിന് അപ്പിയർ ചെയ്യണം, അങ്ങനെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. പിന്നെ ഓബ്വിയസ്ലി അറിയാമല്ലോ, ഈ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊക്കെ പേര് വരിക. ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന നമ്മളിപ്പോൾ IELTS 1-2 പ്രാവശ്യമൊക്കെ എഴുതുന്നവർ കണ്ടിട്ടുണ്ട്. ഒക്കെ പിന്നെ സഹിക്കുക. ഈ സാധനം പ്രിപ്പയർ ചെയ്ത് 5-6 റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നവരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യം. അതും റാങ്ക് ഇപ്പം നമ്മുടെ ഓൾ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ എത്ര 25-30 ലക്ഷം പേര് അപ്പിയർ ചെയ്യുന്ന എക്സാം, അതിൽ റാങ്ക് ലിസ്റ്റ് വരിക. സോ ഈവൻ ബ്രില്യൻറ്റിലെ കുറച്ച് കാര്യങ്ങൾ കേട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടി വരുന്ന പിള്ളേരൊക്കെ ഉണ്ട്. സോ നമ്മളിപ്പോൾ റൂം ഷെയർ ചെയ്യുകയാണല്ലോ. ബേസിക്കലി ഇപ്പോൾ നമ്മൾ നോക്കുമ്പം ഒരുത്തൻ അവിടെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് പഠിക്കുന്നു. നമ്മളാണെങ്കിൽ വൈകിട്ട് ഒരു ഇച്ചിരി നേരമായിരിക്കും പഠിക്കുന്നത്, എന്നിട്ട് കിടന്ന് ഉറങ്ങും. രാവിലെ നോക്കുമ്പോൾ അവൻ അവിടെ ഇരിപ്പുണ്ട് പഠിച്ചുകൊണ്ട് പിന്നെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു പ്രഷർ ഉള്ളിൽ തോന്നുമല്ലോ, ദൈവം ഞാൻ പഠിക്കുന്നില്ല ഇനിയിപ്പോൾ ഇപ്പോൾ എനിക്ക് ബ്രില്യൻ്റ് പഠിച്ചിട്ടുള്ളപ്പോൾ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ വീക്കെൻഡ്സിലും ഇവരൊരു എക്സാം ഇടും, ആ ആഴ്ചത്തെ ഫുള്ള് പഠിപ്പിച്ചതിൻ്റെ. അപ്പോൾ അതിനൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് ഓരോ ക്ലാസ്സിൻ്റെ ബേസിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സാധനം വരും. റാങ്ക് ലിസ്റ്റിലായത്തെ നമ്മുടെ ക്ലാസ്സിലൊരു 80 പേര് കാണും, 30 പേരെ എന്തോ അവർ ഇടുകയുള്ളൂ. അപ്പോൾ അതിലായത്തെ ഒരു 10 പേരിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് റോളൊക്കെ ഇറക്കാം. അതിനകത്തൊക്കെ വരും. നമ്മൾ പ്രിപ്പയർ ചെയ്ത് എനിക്ക് പക്ഷേ പ്രശ്നം പറ്റിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എനിക്ക് ആ ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്കൂളിലെ കാര്യങ്ങളൊന്നും ഞാൻ അധികം നോക്കത്തില്ല. കാരണം അത് ഭയങ്കര ഈസിയായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങളൊക്കെ ഒരു ഫോർമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അത് വെച്ച് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർമാർ ഉണ്ടിട്ട് വരും. അപ്പോൾ അതൊരു ഷോക്കായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു സാധനമായി പോയി, റാങ്ക് ലിസ്റ്റ് പേര് പറഞ്ഞു, ഇനിയിപ്പോൾ വന്നില്ലെങ്കിൽ വട്ടുവിട്ട് കൂക്കുമല്ലോ, അങ്ങനെ ഒരു സാധനമൊക്കെ. കാരണം ഒത്തിരി പഠിക്കുന്ന അത്രയും എന്താ പറയുക, ഇത് ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റ് പഠിക്കുന്ന പിള്ളേരൊക്കെ ഒത്തിരി ഉണ്ട്. സോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫോൾട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഞാൻ അല്ലാത്ത കേസുകൾ കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിലും 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് പക്ഷേ അന്ന് എൻ്റെ വീട്ടുകാർ കേട്ടില്ല. അവരെന്നെ ഫോഴ്സ് ചെയ്തായിരുന്നെങ്കിൽ അത് എനിക്ക് ഭയങ്കര ഒരു പ്രഷറായി പോകാൻ. കാരണം സ്കൂളിൽ പഠിക്കണം, എൻട്രൻസ് നോക്കണം. എനിക്ക് അന്നേരം എന്തോ എഞ്ചിനീയറിങ്ങിന് പോകണോ ഒന്നും അറിയത്തില്ല.
ചുമ്മാ എന്തൊക്കെ പഠിക്കുന്നു ആ ഒരു മൈൻഡിൽ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് പറഞ്ഞു, ആ സമയത്ത് എൻ്റെ വീട്ടുകാർ കേട്ടില്ലായിരുന്നു, എനിക്ക് ഭയങ്കര പ്രഷറായി പോകാൻ. ഇപ്പോൾ ആ കൊച്ചിൻ്റെ വീട്ടിൽ ഓൾറെഡി പറഞ്ഞെന്ന് പറയുന്നു അതിന് പറ്റുന്നില്ല എന്നുള്ളൊരു കേസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കറിയില്ല എത്ര വീട്ടുകാർ അതിനെ കേൾക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അവർ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പിള്ളേർ ഇത് പഠിപ്പിക്കാനും MBA ക്രാക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. അല്ലേ സോറി MBA പറയാം, MBBS ഒക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇതിൽ ഒരു ഭാഗം ചിലപ്പം പിള്ളേർ പറയുന്നത് ഇരുന്ന് വീട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ അവരുടെ ചോയ്സിന് വിടാൻ വേണ്ടി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലുള്ള കുറേ സൂയിസൈഡൊക്കെ കുറയുമെന്ന് എനിക്ക് തോന്നുന്നു. കമ്പയർ ടു നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞൊരു ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ടിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ വിടുന്നത്. കാരണം അവിടെ ഇങ്ങനെ പിള്ളേർ ഇരുത്തി പഠിപ്പിക്കും. കാരണം നമ്മുടെ വീട്ടിൽ എല്ലാവരും നോക്കുന്നതായിരിക്കും. ഇരുത്തി പഠിപ്പിക്കുമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ കൊണ്ട് വിടും. കമ്പയർ ടു കുറച്ച് ഈസാണെന്നുള്ള സെറ്റപ്പിലാണെങ്കിൽ ആരും അവിടെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കൊന്നും എനിക്കറിയില്ല, ഈ പ്രഷർ കൂടി സഹിക്കാൻ വയ്യാണ്ട് ചിലപ്പോൾ പിള്ളേർ ചെയ്തു പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? 100% സിസ്റ്റത്തിൻ്റെ ഫോൾട്ട് ഉണ്ട് ഈ കേസിൽ, നീറ്റിൻ്റെ പേപ്പർ ലീക്ക് ആയതിൽ. അത് ഓക്കെ, അത് ഭയങ്കര ഒരു ശോകം. അതിൻ്റെ ആക്ഷൻ ഇപ്പം എന്താണെന്ന് ഒന്നും എനിക്കറിയത്തില്ല, എവിടം വരെ ആയി അതിൻ്റെ കേസ് കാര്യങ്ങളൊന്നും. പക്ഷേ പേപ്പർ ലീക്ക് ആയതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പേപ്പർ ലീക്ക് ആയതും കൺഫേംഡ് അല്ല. പക്ഷേ പേപ്പർ ലീക്ക് ആയാലും പുള്ളിക്കാരിക്ക് എത്ര എല്ലാ വർഷമാണോ എക്സാം വരുന്നത്? നീറ്റ് എല്ലാ വർഷവും. ഈ വർഷം ലീക്ക് ആയതുകൊണ്ട് എക്സാം മാറ്റി വെച്ചാൽ റിപ്പീറ്റ് ചെയ്യണം, ഒന്നും കൂടി എക്സാം കൊടുക്കണം. ഈ വർഷം തന്നെ കൊടുക്കേണ്ടത്. അതിപ്പോ എനിക്കൊന്ന് 1-2 മാസത്തിലേ. അതാ പറഞ്ഞ ആൾക്കാർ ചില പയ്യന്മാരൊക്കെ അവർ പുസ്തകം വിറ്റ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ അത് അവന്മാരുടെ മണ്ടത്തരായി. ഇപ്പോൾ അവന് റാങ്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവന് പുസ്തകം മേടിക്കേണ്ടി വന്നായിരുന്നു. പക്ഷെ ചിലവരൊക്കെ കോൺഫിഡൻസ് കാരണം തൂക്കി വിറ്റ്. പക്ഷെ അതാ പറഞ്ഞു, ഒരു 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരുന്ന് ഒരു നല്ല എക്സാം കിട്ടിയ ഒരു കൊച്ചിന്റെ അവസ്ഥയിൽ വെച്ച്. പക്ഷെ നല്ല എക്സാം പറയാൻ പറ്റത്തില്ല ഇവന്മാർ. നല്ല എക്സാം എനിക്കും തോന്നിയായിരുന്നു, പക്ഷെ ഞാൻ ഫെയിൽ ആയി പോയായിരുന്നു. അത് പക്ഷെ പഠിച്ചവർക്ക് അറിയാൻ പറ്റൂടാ, അല്ലെങ്കിൽ നന്നായിട്ട് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതിന് എടുത്ത് പോയി നീ മുട്ടി നോക്കിയേ. നീ അവനൊക്കെ ചിലപ്പോൾ മിനിറ്റിൽ ചിലപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ കഴിയും. കാരണം അവർക്ക് പരിചയമായി ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് മൈൻഡിൽ കൂടെ തന്നെ ടപ്പടപ്പയെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇതിനൊരു ഇതുണ്ട്. എനിക്കൊന്ന് 360 ക്വസ്റ്റ്യൻ അങ്ങനെ എന്തോ എത്ര മിനിറ്റാ? 160 മിനിറ്റ് ഇല്ല, സോറി 3 മണിക്കൂർ അങ്ങനെ എന്തോ. അതായത് 180 മിനിറ്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എത്രയാണ്? 2 മിനിറ്റ് എന്തോ ഉള്ളൂ. തിരിച്ചല്ലേ 30 സെക്കൻഡ് അല്ലല്ല, 360 ക്വസ്റ്റ്യൻ 180 മിനിറ്റ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 2 മിനിറ്റ് അല്ലേ? അല്ല സോറി നേരെ തിരിച്ചായി, എൻ്റെ തെറ്റാണ്. സംതിങ് അങ്ങനെ എന്തോ ഒരു ടൈം ഫ്രെയിമേ ഉള്ളൂ, ചെറിയ ടൈം ഫ്രെയിമേ ഉള്ളൂ. നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്നും എഴുതി സോൾവ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല, പ്രത്യേകിച്ച് മാത്സിനും ഫിസിക്സിനും ഒന്നും. അത് ക്വസ്റ്റിന്റെ പാറ്റേണും പിന്നെ ഓപ്ഷനും വെച്ചിട്ട് നമ്മൾ ഒരു ട്രിക്ക് അവർ പറഞ്ഞ നേരം 4 ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. നമുക്ക് അത് വെച്ചിട്ട് ഒരു പരിധി വരെ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആൻസറിന്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്ന നമ്പർ ഏതോ ഓപ്ഷനിൽ നോക്കുക, എന്നിട്ട് എടുത്ത് കുത്തുക. സോ അങ്ങനെയൊക്കെ കുറേ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും വെച്ച് നമുക്ക് മറ്റേ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. പക്ഷേ അതൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് 5 വർഷം ട്രെയിൻ ചെയ്താൽ പക്കയായിട്ട് ട്രെയിൻ ചെയ്താനൊക്കെ ചിലപ്പോൾ അത് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുത്തൻ ഈ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ പേര് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പരീക്ഷ എഴുതിയിട്ട് ആ പേപ്പറിൽ ലീക്കായി, അതിന് റിസൾട്ടും ഇല്ല എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും ആ ഒരു എമൗണ്ട് ഓഫ് എത്ര വർഷം എഴുതിയായിരുന്നു അതൊന്നും എനിക്കറിയത്തില്ല. ഇത് 19 വയസ്സുള്ള ചിലപ്പം +1 +2 ഒപ്പം പഠിച്ചിട്ടുണ്ടായിരിക്കും, എൻട്രൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും, പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ വന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഇപ്പോൾ മോഡേൺ സിസ്റ്റം സത്യം പറയുകയാണെങ്കിൽ കാര്യം ഇത് പേരൻസിനെ തന്നെ പറയും. കാര്യം ഇപ്പം ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ ഞാൻ നോട്ടീസ് ചെയ്തത്, ഞാൻ +1 +2 പഠിച്ചപ്പോഴത്തേനും ഒരു 95 എന്ന് പറയത്തില്ല, മേ ബി 90% ആൾക്കാർ എന്തായാലും ഇതിന് പോകുന്നതായിരുന്നു. ഞാൻ പോയില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതുപോലെ അതിൻ്റെ എന്തിനാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ എനിക്കൊന്നും അതിന് എന്തോ ഫീ കൊടുക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷേ എല്ലാവരും പോകുമായിരുന്നു. പക്ഷേ എല്ലാവരും പോകുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ ഈ സെയിം സംഭവം ഇതുപോലെ അമ്മമാരോടെ പോയിട്ട് വലിയ സംഭവം എന്തൊക്കെ പഠിക്കും, പക്ഷേ അമ്മമാർക്ക് എക്സാമിന് മാർക്കും കിട്ടത്തില്ല. ഞാൻ ജസ്റ്റ് ഇത് മാത്രമേ നോക്കത്തുള്ളൂ. എനിക്കപ്പോൾ കുഴപ്പമില്ലാത്ത മാർക്കും എനിക്ക് കിട്ടുമായിരുന്നു. ബാക്കി അമ്മമാർ കുറേ എന്തൊക്കെ സംഭവങ്ങൾ കുറേ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ട് വരും. വീക്കെൻഡിൽ അവിടെ പോവും, പിന്നെ വീക്ക് ഡേയിൽ ക്ലാസ് ഉണ്ട്, അതിനിടയ്ക്ക് വീക്കെൻഡിലേക്ക് ഇതിന് പ്രിപ്പറേഷൻ. അപ്പോൾ കുറേ പ്രഷറുണ്ട് അതിന് സത്യം പറയുകയാണെങ്കിൽ. ആൻഡ് പേരൻസ് എല്ലാം ഒരു ട്രെൻഡാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോകണം എന്നുള്ളൊരു സംഭവം ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പോകാത്തമാരിങ്ങനെ എന്താ പോകാത്ത എന്ത് പറ്റി പ്രശ്നം, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ശരിയാണ്. അപ്പോൾ ആ ഒരു ഇതും എല്ലാവരും അതിന് പോയിട്ടുണ്ടെങ്കിലും കാര്യമില്ല. അത് മാറി മിക്കവാറും വന്ന് കാണും. കാര്യം ഞാൻ 2017-18 പഠിച്ചത്. അത് മാറി വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. എല്ലാവർക്കും സെയിം ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല ഇതിലൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും പേരൻസും കൂടി ഇച്ചിരി ഇത് ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന് വെച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം. എൻ്റെ പിള്ളേരെ ഇതിന് പുറകെ തന്നെ വിടുന്നതിന് വരെ ഇപ്പോൾ എത്ര ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബർ വരെ ഒരു എന്താ പറയുന്നത് ഒരു ജോലിയാണ് അത് കുറച്ച് നാളായിട്ട്. ഈ റിപ്പീറ്റ് ചെയ്ത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നവരുണ്ട്, അവരുടെയൊക്കെ 1-2 വർഷം വെറുതെ പോകുന്നത്. പിള്ളേരെ ക്രാക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റാണ്ട്. കാരണം നല്ല റാങ്ക് ലിസ്റ്റ് വന്നില്ലെങ്കിൽ നല്ല കോളേജ് വരത്തില്ല. സോ ഇപ്പോൾ 2 കൊല്ലമൊക്കെ അല്ലേ ഒരാൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ മാക്സിമം. ഇപ്പോൾ ഈവൻ പെണ്ണുങ്ങളുടെയൊക്കെ കേസിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ 2 കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വിടുന്നവരുണ്ട്. അപ്പോൾ ആ 2 കൊല്ലം അവിടെ വേസ്റ്റ് ആയി. സോ പിന്നെ അവർ പിന്നെ കോളേജിലോട്ട് പിന്നെ പോകണം എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടി. അപ്പം
നമ്മുടെ 2 കൊല്ലം ഇളയവരുടെ കൂടെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് പിള്ളേരുടെ സ്ട്രഗിൾ അത് അവർ എത്ര പറഞ്ഞാലും എനിക്കറിയത്തില്ല എന്തുമാത്രം വീട്ടുകാർക്ക് അത് മനസ്സിലാവുന്നു. ബുദ്ധിയില്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പണിക്ക് പോകാൻ നിൽക്കരുത്. അത് ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് അത് വീട്ടുകാരെ നോക്കണം. നോക്കണം നമ്മുടെ മോനെ കൊണ്ട് കഴിവുണ്ടോ, മോനെ അത് നമുക്ക് കഴിവുണ്ടോ നോക്കണം. നമ്മുടെ പിള്ളേർക്ക് അത് പറ്റുമോ നോക്കണം. പിന്നെ നമ്മുടെ പിള്ളേർക്ക് അങ്ങനെ പറ്റും. അല്ലാതാണ് കുഴപ്പം. അല്ലാതെ എല്ലാവരും കൊണ്ട് കയറ്റിവിട്ടിട്ട് പഠിക്കുക നീ റാങ്ക് കയറണോ എഞ്ചിനീയർ ആണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യയിലെ ഒരു വലിയൊരു കുഴപ്പമാണ്. അതൊരു കൾച്ചറുമായിരുന്നു ഒരു സമയത്ത്. അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അങ്ങനെയുള്ള നമ്മുടെ പടമാണ് 3 Idiots ഇല്ലേ, അതിനകത്ത് അത് തന്നെ വലിയൊരു എക്സാമ്പിൾ പറയാം. ആ പടം തന്നെ വലിയൊരു എക്സാമ്പിളാണ്. വാഴ സിനിമയിൽ അത് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ ആ കൾച്ചർ മാറി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, അതോ നമ്മുടെ സമയത്തിനെ പോലെയൊക്കെ തന്നെയാണോ ഓൾമോസ്റ്റ്? അതൊരു 50% കുറഞ്ഞാണ് അതിന്റെ ഇന്റൻസിറ്റി. ഒത്തിരി കുറഞ്ഞുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഇനി വരുന്ന ജനറേഷനിലൊക്കെ ചിലപ്പോൾ കുറയും മിക്കവാറും. അല്ല, കുറഞ്ഞത് എങ്ങനെയാണ്? എല്ലാവരും ഇതുപോലെ തന്നെ പുറത്തേക്ക് പോയി പിന്നെ കുറെ കുറഞ്ഞിട്ടുണ്ട്. ബ്രില്യൻറ്റിലൊന്നും പിള്ളേരുടെ എണ്ണത്തിലൊരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നും ഇന്നും ഒരേപോലെയൊക്കെ തന്നെ അവിടെ വരുന്ന പിള്ളേരുടെയും. കാരണം നമ്മുടെ പക്ഷേ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്കാരുള്ളൊരു സ്ഥലമല്ലേ, അപ്പോൾ കോമ്പറ്റീഷനും ഭയങ്കര കൂടുതലാണ്. എല്ലാവരെക്കാട്ടിലും മോളി വരണം, അങ്ങനെ കോമ്പറ്റീഷൻ. ഇന്ത്യയിൽ 25 ലക്ഷം പേരോ 30 ലക്ഷം പേരോ ഈ എക്സാം നീറ്റ് മാത്രം എഴുതുന്നുണ്ട്. പിന്നെ ജെഇ ഉണ്ട്, വേറെ ജെഇ മെയിൻ ഉണ്ട്, അങ്ങനെ കുറെ എക്സാം ഉണ്ട്. അതൊരു കൾച്ചറിന്റെ ഭാഗമായി. ടോപ്പ് വരണം, എല്ലാവരെയും നോപ്പിക്കണം, നമ്പർ 1 ആയിരിക്കണം. നമ്മുടെ ഇന്ത്യൻ ആണെങ്കിലും ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, ഇത് രണ്ടും ആയില്ലെങ്കിൽ വേറെ ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പോഴാണ് പിന്നെ കുറച്ചും കൂടെ ഒരു ഇത് വന്നത്. ഈവൻ വേറെ എന്ത് ഇത് വന്നാലും എനിക്കറിയില്ല അവർക്ക് നല്ലൊരു ജോലി കിട്ടുമോ, കിട്ടിയാൽ തന്നെ ഒരു ഫാമിലി മീറ്റ് ചെയ്യാനുള്ളതൊക്കെ കിട്ടുമോ എന്നുള്ളതൊന്നും. ഇങ്ങനെയൊക്കെ ക്രാക്ക് ചെയ്ത് പോയി, എൻട്രൻസ് ക്രാക്ക് ചെയ്ത് പോയി ഒത്തിരി നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടു കേട്ടോ. IIT കയറി ഈവൻ എനിക്ക് തോന്നുന്നു IIT ഡ്രോപ്പ് ഔട്ട് ആയെങ്കിലും നല്ല വിലയാണ് കമ്പയർ ടു ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നതിലും. അപ്പോൾ അങ്ങനെ അച്ചീവ് ചെയ്യണം എന്ന് ഡ്രീം വെച്ച് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. സോ അവർക്കൊക്കെ പറ്റിയ സംഭവമാണിത്. പക്ഷേ ആ ഒരു ഡ്രീം ഇല്ലാത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ വരുന്ന പിള്ളേർക്കാണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് ഫൈനലി ഫിഗർ ഔട്ട് ചെയ്യാം നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത്. അതിനുള്ള സമയം കിട്ടുന്ന ഒരു ഭാഗ്യവാന്മാരാണ്. കാര്യം കുറേ സംഭവങ്ങൾ ചെയ്ത് കാര്യം ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഇവർക്ക് ഇൻട്രസ്റ്റ് വന്നു പോയാലും ഇത് ചെയ്തായിരുന്നെങ്കിൽ എങ്ങനെ ആയേനെ എന്നുള്ളൊരു ചോദ്യം വരരുതെന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട്. അപ്പം അതും കൂടി ഇപ്പോൾ ഇന്ത്യയിൽ ആ ഒരു സംഭവം ഇപ്പോൾ ഇത്രയും അവസരം കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള അവസരം കൊടുക്കുകയാണെങ്കിൽ അതിലൊരു ടെൻഷൻ എന്ന് വെച്ചാൽ ഒന്നും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷനുണ്ട്. ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലോ. പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ള സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് കമ്പയർഡ് ടു ഒരു സെയിം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഉള്ള വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിനോട് അതിന് സമ്മതിക്കണം. കാരണം നമ്മുടെ നാട്ടിലൊരു കുറേ ട്രെൻഡ് വെച്ചിട്ട് പേരൻസ് അവരുടെ ഫ്യൂച്ചർ കാണുന്നത് പിള്ളേർ പിന്നെ ഫാമിലി ടേക്ക് ഓവർ ചെയ്യണം, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ ഒരു കേസിൽ എങ്ങനെ നോക്കിയാലും അവർ എല്ലാ പേരൻസൊന്നും അങ്ങനെ എനിക്കറിയില്ല ഇങ്ങനെ സമ്മതിച്ചു വിടുമോയെന്ന്. അതായത് ഇത് നീ നിൻ്റെ ലൈഫ് നീ തീരുമാനിച്ചോ, ഇങ്ങനെ ജീവിച്ചോ, അങ്ങനെ കിട്ടുന്നത് ഭയങ്കര വലിയ ബ്ലെസ്സിങ്ങാണ്. പക്ഷേ അങ്ങനെ വരാത്ത സിറ്റുവേഷനിലും ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് ബ്രില്യൻറ്റ് നടന്ന ആദ്യത്തെ സംഭവമാണ്. ഒരിക്കലല്ല. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ആത്മഹത്യയിലേക്ക് വല്ലാത്തൊരു നമ്പറാണ് ഇന്ത്യയിലെ. ഈ പ്രത്യേകിച്ച് ഈ എഞ്ചിനീയറിംഗ് കോളേജ് IIT സൂയിസൈഡ് റേറ്റ് നോക്കി കഴിഞ്ഞാൽ വല്ലാത്തൊരു വൃത്തിയായിട്ടൊരു നമ്പറാണ്. ലൈക്ക് വേറെ കോളേജ് നെഹ്റു കോളേജോ അങ്ങനെ പണ്ടെപ്പോഴും വരുന്നത് അവിടെ പ്രഷർ കാരണം കോളേജിൽ ഹോസ്റ്റലിൽ പഠിക്കാനുള്ള പ്രഷർ കാരണം അവർ മുട്ടുകുത്തി നിർത്തി അടിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ പിള്ളേർക്ക് ആത്മഹത്യ ചെയ്ത കേസ് കോളേജിന്റെ പേര് നെഹ്റു കോളേജ് ആയിരുന്നു. കോളേജൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്. പിന്നെ കുറേയൊക്കെ നല്ല രീതിയിൽ പേരൻസിൻ്റെ കുഴപ്പം ഇത് ഇങ്ങനെ കുത്തിക്കയറ്റി വിടുന്നത്. ഓക്കെ, സോ ഈ സംഗീന വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ട് ഈ ടോപ്പിക്കിൽ? അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ് കേസ്. അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞറിയിക്കുക. എന്തെങ്കിലും എഗ്രിയിങ് അല്ലെങ്കിൽ ഡിസഗ്രിയിങ് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ പറയുവാണെങ്കിൽ നമുക്കും സമയത്തിനൊപ്പം അത് ഇവോൾവ് ചെയ്ത് ചെറുപടി ബെറ്റർ ആക്കാൻ പറ്റും. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഇന്നത്തെ നിങ്ങൾ കണ്ട ഈ ഒരു ക്ലിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാണണമെങ്കിൽ ബൈ ദ വേ എനിക്കൊന്ന് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫുൾ വീഡിയോ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഇൻ കേസ് ആ ഒരു ഫുൾ ലൈവ് കാണണമെങ്കിൽ അത് കാണാം. ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റിൻ്റെ നമ്മൾ അൺകട്ടായിട്ട് ലൈവാണ് പോകുന്നത് എല്ലാ ഫ്രൈഡേയിലും. സോ അത് കണ്ടവർക്ക് അവിടെ കാണാം. അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാൻ എന്താ ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയുള്ള സംഭവം പറയുവാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി സമയത്തിനൊപ്പം അത് ബെറ്റർ ആക്കാൻ പറ്റും. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ റാപ്പപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ഗൈസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.